പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പേര് മാത്രമായിരുന്നില്ല ഒഞ്ചിയം. നേരെ മറിച്ച് പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടി 10ഓളം ധീര രക്തസാക്ഷികളുടെ തുടിക്കുന്ന യൗവനം വിപ്ലവ കേരളത്തിന് വേണ്ടി സമർപ്പിച്ച ധീരന്മാരുടെ നാടായിരുന്നു ഒഞ്ചിയം. ആ ഒഞ്ചിയത്തെ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായിരുന്നു സഖാ മണ്ടോടി കണ്ണൻ. 1948 ഒഞ്ചിയം പ്രദേശത്തുണ്ടായ വെടിവെപ്പിനോടനുബന്ധിച്ച് സഖാവ് മണ്ടോടി കണ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു ഭീകരമായ പേർവാഴ്ചയ്ക്ക് വിധേയമായി സ്വന്തം ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ചാരിട്ടൊഴുകുമ്പോ ആ രക്തത്തുള്ളികളിൽ കൈവിരൽ മുക്കി വടകര സബ്ജയിലിന്റെ ചുമരിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം വരച്ചു ധീരതയുടെ ഇതിഹാസം രചിച്ച സഖാവ് മണ്ടോടി കണ്ണൻ നാട്ടിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കുറ്റിയേറ്റു പോയിരിക്കുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഇവരുടെ ഈ രീതിയിലുള്ള അഴിമതിയും അതുപോലെ തന്നെ ഇവരുടെ സ്വജനപക്ഷപാതവും ഇവരുടെ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുമില്ലായ്മയും ചോദ്യം ചെയ്തു എന്നതിന്റെ പേരിൽ മണ്ടോടി കണ്ണന്റെ പിൻഗാമികളെ നോക്കി CPM-ന്റെ അഹങ്കാരിയായ സംസ്ഥാന സെക്രട്ടറി ധിക്കാരിയായ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഒഞ്ചിയത്തെ മണ്ടോടി കണ്ണന്റെ പിൻഗാമികളോട് ആക്രോശിച്ചത് നിങ്ങൾ വർഗവഞ്ചകരാണെന്നായിരുന്നു, നിങ്ങൾ കൂലംകുത്തികളാണെന്നായിരുന്നു, നിങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് പോയാൽ ഈ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറഞ്ഞു ഒഞ്ചിയത്തെ നിഷ്കളങ്കരായ സഖാക്കളെ ആട്ടിവിടുകയാണ് സഖാവ് പിണറായി വിജയൻ ചെയ്തതെങ്കിൽ ഇന്ന് ഒഞ്ചിയത്തിന്റെ മണ്ണിൽ CPM മരുന്നിന് പോലും തികയാത്ത അവസ്ഥയിൽ അവർ തകർത്തെറിയപ്പെട്ടു പോയിരിക്കുന്നു. ഇങ്ങനെ ഒട്ടനവധി പഞ്ചായത്തുകൾ, ഒട്ടനവധി ഭരണസമിതികൾ CPM-ന് കൈമോശം വന്നിരിക്കുന്നു. ഞാനതിന്റെ വിശദമായ വശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ 4.25 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ മാത്രം നമ്മൾ ഒരു വിശകലനത്തിന് വിധേയമാക്കുക. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, നാട്ടുരാജാക്കന്മാരെ പോലും നാടിപ്പിക്കുന്ന രീതിയിലുള്ള സ്വജനപക്ഷപാതമാണ് നമ്മുടെ മന്ത്രിമാര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യമന്ത്രി PK ശ്രീമതി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ അവർ ചെയ്തത് EP ജയരാജന്റെ മകൻ ജിജിൻ രാജിനെ അഥവാ ശ്രീമതിയുടെ അനുജത്തിയുടെ മകനെ ഇവര് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്ന് ഇവർക്ക് ഈ ജിജിൻ രാജ് എന്ന പയ്യന് ജോലി നൽകി. എല്ലാ മാനദണ്ഡങ്ങളും മറികടന്നു എന്ന് മാത്രമല്ല കള്ളപ്പേര് നൽകിക്കൊണ്ട് ജെയ്സൺ പാപ്പിനിശ്ശേരി കണ്ണൂർ എന്ന വ്യാജ വിലാസം നൽകിക്കൊണ്ട് EP ജയരാജന്റെ മകന് ജോലി നൽകി. അങ്ങനെ പാർട്ടിയുടെ നേതാക്കന്മാരാൽ തന്നെ അത് പിടിക്കപ്പെട്ടു, ചോദ്യം ചെയ്യപ്പെട്ടു. അങ്ങനെ ഉടനെ EP ജയരാജൻ അദ്ദേഹത്തിന്റെ മോനെ ഗൾഫിലേക്ക് പോയി. ആ ഒഴിവിലേക്ക് PK ശ്രീമതി കൊണ്ടുവന്നത് ഏതെങ്കിലും രക്തസാക്ഷി കുടുംബങ്ങളിൽ നിന്നുള്ള നിർധനരായ ആളുകളെ ആയിരുന്നുവെങ്കിൽ നമുക്ക് ധാർമ്മികതയുടെ പേര് പറഞ്ഞ് സഹിക്കാമായിരുന്നു, ക്ഷമിക്കാമായിരുന്നു. പക്ഷേ PK ശ്രീമതി കൊണ്ടുവന്നത് സ്വന്തം മോനോളം ധന്യ M നായരെ നിയമിച്ചു. ആദ്യം ഇവിടെ പറഞ്ഞതുപോലെ അമ്മായിയമ്മയെ അടുക്കളയിൽ സഹായിക്കുന്ന കുക്കായി നിയമിച്ചു. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ UD ക്ലാർക്കാക്കി. അവിടുന്ന് 6 മാസം കഴിഞ്ഞപ്പോ ഗസറ്റഡ് റാങ്കിലേക്ക് ഉയർത്തി. ആലോചിച്ചു നോക്കണം സാധാരണഗതിയിൽ ഒരു UD ക്ലാർക്ക് LD ക്ലാർക്ക് ആവാനും അവിടുന്ന് ഗസറ്റഡ് റാങ്കിലേക്ക് എത്താനുമൊക്കെ വർഷങ്ങളുടെ പ്രയത്നം ആവശ്യമാണ്, അക്കാഡമിക് യോഗ്യതകൾ ആവശ്യമാണ്, തൊഴിൽപരമായ വൈദഗ്ധ്യം ആവശ്യമാണ്, ഡിപ്പാർട്ട്മെന്റ് പരീക്ഷകൾ ആവശ്യമാണ്. ഇങ്ങനെ ഒരുപാട് വൈതരണികളുള്ള ഒരു വിഷയം. എന്നിട്ടാണ് സ്വന്തം മോനോളെ ധന്യ M നായരെ PK ശ്രീമതി നിയമിക്കുന്നത്. അതുപോലെ മുഖ്യമന്ത്രി PS അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന KN ബാലഗോപാലിന്റെ ജേട്ടൻ KN മധുസൂദനനെതിരെ നിലനിന്ന 3ഓളം അഴിമതി കേസുകൾ എഴുതിത്തള്ളി എന്നതിന്റെ പേരിൽ DYSP ആയിരുന്ന PK രാജശേഖരനെ നിങ്ങളുടെ ഈ സമീപത്തുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KMML-ന്റെ സുരക്ഷാ മേധാവിയുടെ സ്ഥാനം നൽകി അഴിമതിക്കെതിരെ കുരിശികൾ പ്രഖ്യാപിച്ച അച്യുതാനന്ദൻ തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ജേട്ടന്റെ പേരിലുള്ള 3ഓളം അഴിമതി കേസുകൾ എഴുതിത്തള്ളിയ ഉദ്യോഗസ്ഥർ സ്ഥാനക്കയറ്റം നൽകി ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നു എല്ലാവരെയും ഞങ്ങൾ ജയിലിലേക്ക് അടക്കും. എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ പിന്നാലെ നടക്കുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പരാമർശിക്കപ്പെടാത്ത രീതിയിലുള്ള അദ്ദേഹം തീർത്തും നിരപരാധിയാണ് എന്ന് തന്നെയുമല്ല ഉമ്മൻചാണ്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യമായി വെല്ലുവിളിച്ചു. എനിക്കെതിരെ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം തെളിയിക്കുവാൻ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. എന്നാൽ CPM നേതാക്കന്മാർക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുടെ പേരിൽ ഇത്തരം ഒരു വെല്ലുവിളി നടത്താൻ CPM-ന്റെ നേതൃത്വത്തിന് ചങ്കൂറ്റമുണ്ടോ? ഇല്ലല്ലോ.
ഉമ്മൻചാണ്ടി കൃത്യമായി പറഞ്ഞു, എന്റെ പേരിൽ കേസെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട് എന്ന് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കാൻ പാകത്തിൽ അത്രമാത്രം സ്ഫടിക സമാനമായ വ്യക്തിത്വത്തിന്റെ ഉടമകളാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ. അതുപോലെ തന്നെ ബാലകൃഷ്ണപിള്ള ജയിലിലേക്ക് പോയല്ലോ. എന്ത് ബാലകൃഷ്ണപിള്ള ചെയ്ത തെറ്റു? ബാലകൃഷ്ണപിള്ള അഴിമതി നടത്തിയെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. നേരെ ബാലകൃഷ്ണപിള്ള പൊതുഖജനാവിന് 2 കോടി രൂപ നഷ്ടം വരുത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, ബാലകൃഷ്ണപിള്ള 2 കോടി നഷ്ടം വരുത്തി എന്ന് കോടതി നിഗമനത്തിലെത്തിയത് CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇതേ CAG റിപ്പോർട്ട് തന്നെയല്ലേ 374 കോടി രൂപയുടെ ഭീമമായ നഷ്ടം പൊതുഖജനാവിന് പിണറായി വിജയൻ ഉണ്ടാക്കിയത്, ലാവ്ലിൻ കേസിൽ ഉണ്ടാക്കിയത് ഇതേ CAG റിപ്പോർട്ട് മാത്രമല്ല, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, CBI തുടങ്ങിയ ഒട്ടനവധി ഭരണഘടനാ സ്ഥാപനങ്ങൾ ഐക്യകണ്ഠേന പറഞ്ഞിട്ടും ഈ പിണറായിയെ സംരക്ഷിക്കുന്ന അച്യുതാനന്ദന് എന്താദർശമാണുള്ളത് എന്നറിയാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ യാതൊരു തെളിവുമില്ലാത്ത, യാതൊരു രേഖയും സമർപ്പിക്കാനില്ലാത്ത ഒരു വിഷയത്തിന്റെ പേരിൽ കുഞ്ഞാലിക്കുട്ടിയെ വേട്ടയാടി പിടിക്കാൻ ശ്രമിക്കുന്നു അച്യുതാനന്ദനും കൂട്ടരും. ഞങ്ങൾ ചോദിക്കട്ടെ, ഇവിടെ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഐസ്ക്രീം കേസുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിൽ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് ആരായിരുന്നു? ഒന്ന് അന്നത്തെ IG-യും ഇന്നത്തെ DGP-യുമായ ജേക്കബ് മുണ്ടേഴ്സ്, മറ്റൊന്ന് അന്നത്തെ DIG ആയിരുന്ന ശേഖർ മിനിയോടൻ. ഇവർ രണ്ടുപേരും കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിൽ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴല്ല, മറിച്ച് നിങ്ങളുടെ EK നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ, ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോ, എന്നിട്ട് ഇവര് പറയുന്നു അച്യുതാനന്ദൻ നായനാരും അന്നത്തെ ഇടതുപക്ഷവും കുഞ്ഞാലിക്കുട്ടിയെ സംരക്ഷിച്ചു. ആലോചിച്ചു സഹോദരന്മാരെ, ആലോചിച്ചു നോക്കും നമ്മൾ. കാരണം കുഞ്ഞാലിക്കുട്ടിയെ സംരക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഈ കേസ് അട്ടിമറിച്ചവനാണ് നായനാരെന്നല്ലേ ഇവരുടെ ഈ വാദപ്രകാരം വരിക. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ജുഡീഷ്യറിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുകയും